ഹായ്, ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ഗൂഗിൾ ഡ്രൈവിൻ്റെ രണ്ടാമത്തെ പാർട്ടാണിത്. ഇതിനകത്ത് ഞാൻ 4 ടൈം സേവിങ് ടിപ്സും 3 ടൈം സേവിങ് കം പ്രൊഡക്ടിവിറ്റി ടിപ്സുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഗൂഗിൾ ഡ്രൈവിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ടൈം സേവിങ് ടിപ്സിൽ ഞങ്ങൾ മെയിനായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്നുകൊണ്ട് ഓഫീസ് പാക്കേജിന് സമാനമായിട്ടുള്ള ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റ്സ്, ഗൂഗിൾ സ്ലൈഡ്സ്, ഗൂഗിൾ ഫോംസ് എന്നിവ പെട്ടെന്ന് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലെ പല ഫോൾഡറുകളിൽ നിന്നും നമുക്ക് അത്യാവശ്യമുള്ള ഫോൾഡറുകൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നത്, എളുപ്പത്തിൽ റീനെയിം ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ, അതുപോലെ തന്നെ വളരെ വേഗം ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ടിവിറ്റി കം ടൈം സേവിങ് ടിപ്സിൽ 3 വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. അതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ ടൈപ്പിങ്ങിലൂടെ നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നതാണ്. അതിനുള്ള എളുപ്പമാർഗം വിവരിക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷും മറ്റു ഭാഷകളിലുമൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഒരു വിദ്യയാണത്. അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഡോക്യുമെന്റിൽ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഉൾപ്പെടുത്താമെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രൊഡക്ടിവിറ്റി ടിപ്പിൽ പറയുക. മൂന്നാമത്തെ പ്രൊഡക്ടിവിറ്റി ടിപ്പിൽ നമുക്ക് ഇന്റർനെറ്റ് റിസോഴ്സസ് എപ്രകാരം നമ്മുടെ ഡ്രൈവുകളിലേക്ക് കൊണ്ടുവരാം, അതുപോലെ തന്നെ അത് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. നമുക്ക് ഈ വീഡിയോ കാണാം. ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ലോഗിൻ ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ പുതിയ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ടൈം സേവിങ് ടിപ്പ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ന്യൂ ഗൂഗിൾ ഡോക്സ് എന്നെടുക്കുമ്പോഴാണ് നമുക്ക് ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ആയിട്ട് വരുന്ന അവിടെ നമ്മൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ ഷീറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ, ഗൂഗിൾ ഷീറ്റ്സ് സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ന്യൂവിൽ നിന്നും ഗൂഗിൾ ഷീറ്റ്സ് എടുക്കുന്നു. അതുപോലെ പ്രസൻറ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഗൂഗിൾ സ്ലൈഡ്സ് എടുക്കുന്നു. ഇതിനുള്ള ടൈം സേവിങ് ടിപ്സാണ്. doc.new എന്ന് നമ്മുടെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്താൽ മതിയാവും. നേരിട്ട് നമുക്ക് ഗൂഗിളിൻ്റെ ഡോക്സിലേക്ക് പോകാവുന്നതാണ്. അതുപോലെ തന്നെ sheets.new എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഞാൻ അഡ്രസ് ബാറിൽ sheet.new എന്ന് ടൈപ്പ് ചെയ്തു. പുതിയ സ്പ്രെഡ്ഷീറ്റ് എനിക്ക് ലഭിച്ചു. ഇവിടെ നമ്മൾ സാധാരണ സ്പ്രെഡ്ഷീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പുതിയ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ എല്ലാ ഓപ്പറേഷൻസും നമുക്കിവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മാർക്ക് 1 എന്ന് കൊടുത്തിട്ട് അത് ഡ്രാഗ് ചെയ്യുകയാണ്. എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് മാർക്ക് 2, മാർക്ക് 3 എന്ന് പറഞ്ഞ് ലഭിക്കുന്നു. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റുഡൻറ്റ് 1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പം സ്റ്റുഡൻറ്റ് 2, 3 നമുക്ക് ലഭിക്കുകയാണ്. അപ്പം എക്സലിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഓപ്പറേഷനും നമുക്ക് ഈ ഗൂഗിൾ ഷീറ്റ് വഴി പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ deck.new എന്ന് കൊടുത്താൽ ഗൂഗിളിൻ്റെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് പോകാവുന്നതാണ്. ഇവിടെ നമുക്ക് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ ലഭിക്കുന്ന മാതിരി നമുക്ക് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാം. അതിൽ ധാരാളം തീമുകൾ അവിടെ ലഭ്യമാണ്. അതിലേത് തീം വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഫോം എന്ന് പറയുന്നത്. forms.new എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ ഫോംസിലേക്ക് പോകാൻ സാധിക്കും. അവിടെ നമുക്ക് പുതിയ ഫോം ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയുന്നതാണ്. ഇപ്പോൾ ഈ 4 ടൈം സേവിങ് ടിപ്സാണ് ഇതിൻ്റെ ആദ്യ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിരവധി ഫോൾഡറുകൾ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന ചില ഫോൾഡറുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗമാണ് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക എന്ന്. അതിനുവേണ്ടി നമുക്ക് ഏത് ഫോൾഡറാണോ കളർ ചേഞ്ച് ചെയ്യേണ്ടത് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചേഞ്ച് കളർ എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് ഗൂഗിൾ ക്ലാസ് റൂം. ആ ഫോൾഡർ ഞാൻ റെഡ് ആക്കിയതാണ് കാണിക്കുന്നത്. ഇനി ഞാൻ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ കളറ് ഗ്രീനും കൂടി ആക്കുന്ന വിധമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ചേഞ്ച് കളർ ഉപയോഗിക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോൾഡറിൻ്റെ കളർ മാറ്റാം. ഇതുവഴി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഫോൾഡറുകൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഫയലുകൾ റീനെയിം ചെയ്യുക എന്നുള്ളത്.
അപ്പം പലപ്പോഴും ഗൂഗിൾ ഡ്രൈവിൽ ഡോക്യുമെൻറ്റുകൾക്ക് അവയുടെ ഡീഫോൾട്ട് പേരുകളാണുള്ളത്. അതിന് നമ്മൾ ആ ഫയൽ നെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് പേര് മാറ്റാം. അതല്ല എങ്കിൽ ആ ഡോക്യുമെൻറ്റുകൾ അതിൻ്റെ കറസ്പോണ്ടിങ് വിൻഡോകളിൽ ഓപ്പൺ ചെയ്താൽ, ഗൂഗിൾ ഡോക്ക് ഓപ്പൺ ചെയ്ത് അവിടെ ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ ആ പേര് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ രണ്ടും നമ്മുടെ സമയം കൂടുതലെടുക്കുന്നതാണ്. എന്നാൽ ഇതിനുള്ള രണ്ട് എളുപ്പമാർഗ്ഗങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിലെ N എന്ന കീ പ്രസ് ചെയ്യുക. അപ്പോൾ അത് റീനെയിം ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. നേരെ തന്നെ നമുക്ക് പേര് തിരുത്തുവാനായിട്ട് സാധിക്കും. വളരെ സമയം ലാഭിക്കുവാനായിട്ട് ഇതുവഴി നമുക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയാണ് ഫയലുകൾ ഷെയർ ചെയ്യുക എന്നുള്ളത്. പ്രകാരം ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഫയൽ സെലക്ട് ചെയ്തിട്ട് മുകളിലുള്ള ഷെയർ ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷെയർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ എളുപ്പത്തിൽ നമ്മൾ കീബോർഡിലെ പീരിയഡ് അല്ലെങ്കിൽ ഡോട്ട് നമ്മൾ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് ആ ഷെയറബിൾ വിൻഡോയിലേക്ക് പോവുകയും അത് ഷെയർ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. ഇനി നമുക്ക് സമയം നഷ്ടമാകുന്ന മറ്റൊന്നാണ് ടൈപ്പിംഗ്. ഇവിടെ ടൂൾസിൽ നിന്നും വോയിസ് ടൈപ്പിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അത് ടൈപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ആ മൈക്കിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചുവന്ന കളറിൽ മാറിയാൽ അത് റെക്കോർഡിംഗ് എന്നാണ്. ഇവിടെ ഞാൻ വാട്ട് ഈസ് പബ്ലിഷിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അത് ടൈപ്പ് ചെയ്ത് വന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ അവിടെ ഭാഷ മാറ്റുന്നതിനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ അവിടെ നിന്ന് മലയാളം സെലക്ട് ചെയ്യുകയാണ്. ഇനി പബ്ലിഷിംഗ് എന്നാൽ എന്താണെന്ന് ഞാൻ മലയാളത്തിൽ പറയാൻ പോവുകയാണ്. മൈക്ക് ഓൺ ചെയ്തു. പബ്ലിഷിംഗ് എന്നാൽ എന്താണ് എന്ന് ഞാൻ പറയുന്നു. അത് കൃത്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ടൈപ്പിംഗ് സമയം ലാഭിക്കാൻ ഇത് ഉപകരിക്കും. അടുത്തത് നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ഗൂഗിൾ ഡോക്സ് വഴി ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എപ്രകാരമാണ് ഉൾപ്പെടുത്താം എന്നാണ് കാണുന്നത്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ താഴെ വലതുവശത്തായി ഒരു എക്സ്പ്ലോർ എന്നൊരു ബട്ടൺ ലഭിക്കും. ഈ എക്സ്പ്ലോർ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഉടൻ ഒരു വിൻഡോ വലതുവശത്തായി തുറന്നു വരികയും അതിനകത്ത് നമ്മുടെ ഈ ഡോക്യുമെൻറ്റിലുള്ള വാക്കുകളുമായി ബന്ധപ്പെട്ട സെർച്ച് റിസൾട്ടുകൾ ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് DBMS യൂസേഴ്സ് ആയതുകൊണ്ട് DBMS സ്കീമ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പിക്ചർ കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്. അവിടെ നമുക്ക് പുതിയ കാര്യങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഞാനിവിടെ ഡാറ്റാബേസ് കമ്പോണൻസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. സെർച്ച് ചെയ്യുമ്പോൾ ഇത് ഗൂഗിൾ സെർച്ച് എഞ്ചിനെ യൂസ് ചെയ്ത് വെബ് റിസൾട്ട്, സെർച്ച് റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ ഇമേജസ് ലഭിക്കുന്നു. അതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇമേജസ് ഈ ഡോക്യുമെൻറ്റിൽ പേസ്റ്റ് ചെയ്യണമെങ്കിൽ നേരെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ഡോക്യുമെൻറ്റിൽ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുമ്പോൾ വളരെ സഹായകരമായ ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിൽ ഇതേ ആയിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഫയലുകളുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ആ ഡ്രൈവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കാണുവാൻ സാധിക്കും. അടുത്തതായി നമ്മൾ ക്രോമുമായി ബന്ധപ്പെട്ട ഒരു എക്സ്റ്റൻഷൻ സേവ് ടു ഡ്രൈവ് എന്ന എക്സ്റ്റൻഷൻ എപ്രകാരമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സെർച്ച് എഞ്ചിനിൽ സേവ് ടു ഡ്രൈവ് എക്സ്റ്റൻഷൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ക്രോം വെബ് സ്റ്റോറിൽ സേവ് ടു ഡ്രൈവ് എന്ന എക്സ്റ്റൻഷൻ ലഭിക്കുന്ന ലിങ്ക് ലഭ്യമാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ റൈറ്റ് സൈഡിൽ മുകളിലായി ആഡ് ടു ക്രോം എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഡയലോഗിൽ ആഡ് എക്സ്റ്റൻഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സേവ് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന ക്രോം എക്സ്റ്റൻഷൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ ബ്രൗസറിൽ ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും. ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാലുള്ള രണ്ട് വളരെ എളുപ്പത്തിലുള്ള അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഇവിടെ നമ്മുടെ ഏത് അക്കൗണ്ടുമായാണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് കാണിക്കുന്നു.
ഞാൻ ഡ്രൈവിൽ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച അക്കൗണ്ട് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമ്മൾ മറ്റൊരു ടാബ് ഓപ്പൺ ചെയ്ത് നമ്മളൊരു വെബ് പേജ് എടുക്കുകയാണ്. വിക്കിപീഡിയയിൽ APJ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള ഒരു വെബ് പേജാണിത്. ഇവിടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം നമ്മുടെ ഡ്രൈവിൽ സേവ് ചെയ്യണം. ഞാനതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നൊരു ഓപ്ഷൻ നമുക്കതിൽ കാണാം. ഇത് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കിട്ടിയതാണ്. സേവ് ഇമേജ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. മറ്റേത് സേവ് ലിങ്ക് ടു ഗൂഗിൾ ഡ്രൈവ് എന്നാണ്. ഒരു പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള ഒരു ഡയലോഗ് ഇപ്പോൾ അവിടെ ലഭിക്കും. നമ്മളത് നമ്മുടെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ അലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാരണം നമ്മുടെ ഡ്രൈവിലേക്ക് സേവ് ചെയ്യുന്നതുകൊണ്ടാണത്. ചെയ്തു. ഇടത് സൈഡിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ നമുക്ക് അതിൻ്റെ പേര് മാറ്റുവാനുള്ള റീനെയിം ബട്ടൺ ഉണ്ട്. ഇനി നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് ട്രാഷിലേക്ക് കളയുവാനുള്ള ബട്ടൺ ഉണ്ട്. ഞാനിവിടെ റീനെയിം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഷോർട്ട് നെയിം കൊടുക്കുകയാണ്. apj.jpg എന്ന് കൊടുത്തു. അപ്ലൈ എന്ന ബട്ടൺ താഴെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ക്യാൻസൽ എന്ന ബട്ടൺ ഉണ്ട്. ഞാൻ അപ്ലൈ ബട്ടൺ കൊടുക്കുകയാണ്. അതിനുശേഷം ക്ലോസ് ബട്ടൺ കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഇമേജ് ഇവിടെയും ത്രാഷ് ചെയ്യാനുള്ള വീണ്ടും നമുക്ക് അവസരം ലഭ്യമാണ്. ഞാൻ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ചിത്രം നമ്മുടെ ഡ്രൈവിൽ സേവ് ആയിട്ടുണ്ട്. ഇനി ഈ ഫുൾ പേജ് സേവ് ചെയ്യാൻ വേണ്ടി സേവ് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്താൽ ഈ മുഴുവൻ പേജും ക്യാപ്ചർ ചെയ്ത് ഒരു സിംഗിൾ ഇമേജ് ആയിട്ട് നമ്മുടെ ഡ്രൈവിൽ സേവ് ചെയ്യും. ഇവിടെയും നമ്മളോട് ഒരു ഡയലോഗ് വിൻഡോ വന്ന് നമ്മുടെ ഡ്രൈവിൽ സേവ് ആകുന്ന കാര്യം കാണിക്കും. അവിടെ റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ ത്രാഷിലേക്ക് കളയണമെങ്കിൽ അതിനുള്ള അവസരവും അവിടെയും നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് മുഴുവൻ പേജ് ഉള്ളതുകൊണ്ടാണ് അല്പസമയം എടുക്കുക. നമ്മുടെ ഡ്രൈവിൽ സേവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാൻ റീനെയിം ചെയ്യാനുണ്ട്, ത്രാഷ് ഉണ്ട്, ക്ലോസ് ഉണ്ട്. ക്ലോസ് ചെയ്യുന്നു. ഗൂഗിൾ ഡ്രൈവിൽ റീസെൻ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് APJ അബ്ദുൽ കലാമിൻ്റെ ചിത്രവും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിക്കിപീഡിയ പേജിൻ്റെ ഇമേജും നമുക്കവിടെ ദൃശ്യമാകുന്നതാണ്. അല്ല, ഞാനൊന്ന് APJ അബ്ദുൽ കലാം സാറിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രം ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇത് നമ്മുടെ ഡ്രൈവിൽ നിന്നാണ് ഇപ്പോൾ ആക്സസ് ചെയ്യുന്നത്. തിരിച്ച് ചെന്ന് നമ്മുടെ പേജ് സേവ് ചെയ്തിരിക്കുന്നു. നേരിട്ട് ഓപ്പൺ ചെയ്താൽ ഇതിങ്ങനെ വളരെ ചെറിയ വലുപ്പത്തിൽ ഇമേജ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ സൂം ചെയ്ത് നമുക്കത് ഫുൾ പേജായിട്ട് കാണാനായിട്ട് സാധിക്കും. സൂം ചെയ്യുകയാണെങ്കിൽ മുഴുവൻ പേജും നമുക്ക് വലുപ്പത്തിൽ കാണാം. ഇവിടെ ഞാൻ തിരിച്ച് നമുക്ക് ഡ്രൈവിലേക്ക് പോകാം. അതിനുശേഷം ഈ ഇമേജ് നമ്മുടെ ആദ്യ വീഡിയോയിൽ വിശദീകരിച്ചതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ശരിക്കുമുള്ള പ്രയോജനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇതൊരു എഡിറ്റബിൾ ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മുടെ ഗൂഗിൾ ഡോക്സിൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇടത് സൈഡിൽ നമുക്ക് വിവിധ പേജുകളിലേക്ക് പോകാനുള്ള ഇൻഡെക്സ് സൗകര്യം നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് കണ്ട ഈ ടിപ്പുകൾ നിങ്ങളുടെ മണിക്കൂറുകൾ നിങ്ങളുടെ വർക്ക് ടൈമിൽ നിന്നും സേവ് ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഗൂഗിൾ ഡ്രൈവിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഗൂഗിൾ ഡ്രൈവിന്റെ കംപ്ലീറ്റ് ഉപയോഗം നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളുടെ വർക്കിനെയും അതുപോലെ തന്നെ സമയത്തെയും എഫിഷ്യൻസിയെയും ഒക്കെ ഇംപ്രൂവ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ടിപ്സ് ആൻഡ് ട്രിക്സ് സേയിങ് ഗുഡ് ബൈ.